അതുപോലെ ജാറത്തിലേക്ക് പെണ്ണുങ്ങളുടെ ഒഴുക്കാണ്. പെണ്ണുങ്ങൾ പള്ളിയിൽ പോയാൽ തകർന്ന്, മുസ്ലിയാക്കന്മാരുടെ വരമാനം നിസ്കരിക്കാൻ പോയാൽ മുട്ടി, അവർ തീർന്നു കഴിഞ്ഞ് അവിടെ ഹലാക്കാവുകയാണ്. പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ തീർന്ന്. ജാറത്തിൽ വന്ന് തവാഫ് ചെയ്താൽ കുഴപ്പമില്ല. അത് എന്തില്ലെങ്കിലും മക്കയിലെ മുശ്രിക്കുകളുടെ പെണ്ണുങ്ങൾ എങ്ങനെ തവാഫ് ചെയ്തോ അങ്ങനെ ചെയ്താലും തരക്കേടില്ല. പൈസ നമ്മളെ കീശയെ കയറിയാൽ മതി എന്ന തത്വങ്ങളാണ് ഇവർ പഠിപ്പിക്കുന്നത്. അവിടെ വന്ന് പെണ്ണുങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തൊക്കെ വിധത്തിലുള്ളതാണ്, എന്തൊക്കെ അനാചാരങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിയാരുടെ ഉമ്മായും പെണ്ണും പിള്ളയും അവിടെ വരത്തില്ല, ബാക്കിയുള്ളവരൊക്കെ അവിടെ വന്നോണം. മുസ്ലിയാരൊന്നും അവർക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് ശാപ്പാടും കിട്ടും, നല്ല ചൂടിക്കിടക്കാൻ പട്ടും കിട്ടും, പാളയത്തോടം പഴവും കിട്ടും, എല്ലാം കിട്ടി നല്ല റാഹത്തായിട്ട് അവരങ്ങനെ ഇരുന്നോളും. പാവപ്പെട്ടവർ ഇങ്ങനെ വന്ന് തവാഫ് ചെയ്ത് കാണിക്ക ഇട്ടിട്ട് പൊക്കോണം. മുഹീദ്ദീൻ ഷേഖിനെ പോലുള്ള മഹൽ വ്യക്തിത്വങ്ങൾ, അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമ്മളുടെ കളിപ്പിള്ളേരല്ല എന്ന് മനസ്സിലാക്കണം. അവർ നല്ല ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം മനസ്സിലാക്കിയ അവരുടെ ജീവിതം മുഴുവനും അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചവരാണ്. അല്ലാതെ ഇന്ന് കാണുന്ന വാറോലയ്ക്ക് വേണ്ടിയല്ല, മാലയ്ക്കോ മൗലൂദിനോ കുതുബിയത്തിനോ വേണ്ടിയല്ല അവർ ഒഴിഞ്ഞു വെച്ചത്. ഞാൻ ആ തരീഖത്തിൽ പഠിക്കുന്ന കാലത്ത് എനിക്ക് ആദ്യകാലം മൗലൂദ് ഓതാൻ അറിഞ്ഞൂടാ. എന്നെ പെടുത്തിയ പാട് സുബ്ഹാനല്ലാഹ്, ഖുർആൻ പോലും പഠിപ്പിക്കുന്നതിന് പകരം മൊത്തം ഒരു ദിവസം മുഴുവനും ഒരു ഹിക്കായത്ത് പഠിച്ചില്ല എങ്കിൽ അടിതരും. നുള്ളലും വിഷമിപ്പിക്കലും വേദാറാക്കലുമുള്ള പരിപാടിയാണ്. പഠിക്കടാ ഹിക്കായത്ത് പഠിക്കടാമിട്ട് നുള്ളലും ആകപ്പാട് പ്രശ്നമാണ്. ഖുർആൻ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും പോയാൽ തിന്ന് ജീവിക്കണ്ടേ മുസ്ലിംമാർ. അതുകൊണ്ട് മൗലൂദ് പഠിച്ചിരിക്കണം എന്നുള്ള നിലയ്ക്കുള്ള സമ്പ്രദായങ്ങൾ എങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരു നിലയ്ക്കുള്ള ഈ കൂട്ടരെ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. പിന്നെ അബൂജഹൽ ചെയ്യുന്നത് പോലെ കഞ്ഞി പാറ്റ വീഴുമെന്ന് കണ്ടാൽ കണ്ടോനെ എറിഞ്ഞേക്കും. കഞ്ഞൂടി മുട്ടരുതല്ല, എറിഞ്ഞവന്റെ ഊപ്പാട് വരുത്തിയിട്ട് അടങ്ങത്തോള്. അതുപോലെ പറഞ്ഞതുപോലെ ഈ തലപ്പ ഇരിക്കുന്നിടത്തോളം കാലം മുസ്ലിയാക്കന്മാരുടെ ബഹുമാനത്തിനോ ആദരവിനോ ഏത് ഖുറാഫിത്തരം പറഞ്ഞു കൊടുത്താലും പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചോളും, കൈമടക്കം കൊടുക്കും. അതുപോലെ നൂലോതലും മന്ത്രിക്കലും എന്തിനു വേണ്ടിയാ? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന മനുഷ്യന് നൂലിന്റെ ആവശ്യമുണ്ടോ, ചരടിന്റെ ആവശ്യമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ തഅല്ലക ശൈഅൻ വകുലി ഇലൈഹി, ആരെങ്കിലും തന്റെ ശരീരത്തിൽ എന്തെങ്കിലും ബന്ധിപ്പിച്ചാൽ അള്ളാഹു അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും ആ ചരടിലേക്ക് അവനെ ഏൽപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു ഒരു പനി ബാധിച്ചു കിടന്ന മനുഷ്യനെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇളിയിൽ ഒരു ചരട് കണ്ട്. ഉടനെ അദ്ദേഹം ആ സഹാബി പറഞ്ഞു, ലൗ മിത്ത വഹുവ അലൈക മാ സല്ലൈതു അലൈക, നീ ഈ നൂലുമായി മരണപ്പെട്ടാൽ ഞാൻ നിന്റെ മേൽ മയ്യിത്ത് നമസ്കരിക്കുകയില്ല. അത്രത്തോളം ഭയാനകത അതിനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നത് മനുഷ്യർക്ക് ചരടിന്റെ ആവശ്യമില്ല, അള്ളാഹു മാറ്റുമെന്നും അള്ളാഹു രക്ഷിക്കുമെന്നും കാക്കുമെന്നുമുള്ള അടിസ്ഥാന തത്വം ഉൾക്കൊള്ളുന്ന കാലത്തോളം ആർക്കും തന്നെ ചരടിന്റെയും നൂലിന്റെയും കൂടിന്റെയും ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. പടച്ചവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് അള്ളാഹുവിന് ആവശ്യമുള്ളത്. എക്കാലത്തും അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്ന മുശ്രിക്കുകൾ പോലും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുകയും അള്ളാഹു സമതാണെന്നും അള്ളാഹു റബ്ബാണെന്നും ഒക്കെ അംഗീകരിച്ചിരുന്ന മുശ്രിക്കുകൾ പടച്ചവനോടും പ്രാർത്ഥിക്കും, അവൻ അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. ഈ ഒരു കാരണം കൊണ്ടാണ് അള്ളാഹു തആല ആ മുശ്രിക്കുകളെ നശിപ്പിച്ചു കളഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സഹാബികൾ പഠിപ്പിക്കാത്തതിന് നേരെ വിരുദ്ധമാണിത്. അവർ നിങ്ങൾ എന്തിനാണ് മുഹീദ്ദീൻ ഷേഖിനോട് പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങൾ മുഹീദ്ദീൻ ഷേഖിനോട് പ്രാർത്ഥിക്കുകയില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത്, നേരിട്ട് പ്രാർത്ഥിക്കുകയില്ല. മുഹീദ്ദീൻ ഷേഖിന് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ഇസ്മായിൽ നബിയോട് അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നുമാണ് ചോദിക്കുന്നത്. ഇതേപോലുള്ള വാദമാണ് ഉന്നയിക്കുന്നത്. അതുപോലെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു ഖബർ കണ്ടു, ഒരു വലിയ ഖബർ കെട്ടിപ്പടുത്തൊക്കെ വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു കടയിൽ കയറി ഒരു വെള്ളമൊക്കെ കുടിച്ചിട്ട് കാക്കടുത്ത് വെച്ച്, കാക്ക ഈ ഖബർ എന്താ ഇങ്ങനെ കെട്ടിപ്പടുത്തൊക്കെ വെച്ചേക്കുന്ന? അതിൽ വലിയൊരു ചരിത്രം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയാ, ഈ കടപ്പുറത്ത് മയ്യത്തടിഞ്ഞെന്ന്. ചവ ഇങ്ങനെ അടിഞ്ഞ് ആരോ ചവ എന്തോ ഒന്നും അറിയണ്ട, എല്ലാം അടിഞ്ഞ്. അപ്പൊ എടുത്തിട്ട് പൊന്തനില്ലാന്ന ഇവരെ പാശ. എടുത്തിട്ട് ആദ്യമല്ലേ ക്രൈസ്തവർ വന്ന് എടുത്തിട്ട് പൊന്തനില്ല, പിന്നെ ഹൈന്ദവർ വന്ന് എന്നിട്ടും എടുത്തിട്ട് പൊന്തനില്ല, പിന്നെ മുസ്ലിങ്ങൾ എന്നപ്പോ അത് പൊങ്ങുമല്ലോ.
അവർക്ക് ഇതിന്റെ പണിയാണല്ലോ. അപ്പൊ അങ്ങനെ പൊക്കിക്കൊണ്ട് വന്ന് ഇനി കാശാക്കി, അങ്ങനെ അടക്കി എന്തായാലും റാഹത്തായി. അത് പകുതി വരെ കെട്ടി വെച്ചിരുന്നു. ഒരാൾക്ക് പിന്നെ പഠിപ്പിക്കുന്ന വസൂരി വന്നപ്പോൾ അത് ബാക്കിയും കൂടെ കെട്ടിക്കൊടുത്തെന്ന്. അപ്പോഴത്തേക്ക് ഗ്യാരണ്ടി എന്തായാലും കുറച്ച് നാളുടെ മുസ്ലിംമാർക്ക് ഇടിഞ്ഞു വീഴുന്നിടത്തോളം കാലം നിൽക്കാം എന്നുള്ളൊരു ഉറപ്പ് അവർ വരുത്തി. അങ്ങനെയുള്ള സമ്പ്രദായം. പിന്നെ അവിടെ എഴുതി വെച്ചേക്കും, ഇവിടെ സിയാറത്തിന് വരുന്ന പെണ്ണുങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക, കളിയാക്കാതിരിക്കുക, അവിടെ ഇരിക്കുന്ന മുല്ലപ്പൂ, പട്ട്, തിരി ഇതൊന്നും ആരും എടുത്തോണ്ട് പോകാതിരിക്കുക. പള്ളിയിലില്ലാത്ത വൃത്തിയെ കാട്ടിയ കബറിലുണ്ടാക്കിയേക്കുന്നത്. പള്ളി തുരുമ്പ് കിടന്നാലും എന്താ കിടന്നാലും അവിടെ കിടന്നോണം. ജാറത്തിൽ കിടന്ന പണി പൊളിഞ്ഞ്. അത് അറിഞ്ഞു വെച്ചോണ്ട് അവരങ്ങനെയൊക്കെയാണ് ചെയ്തു വരുന്നത്. അല്ലാഹു തആല ഇത്തരക്കാരിൽ നിന്ന് നമ്മളെ കാക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാൾ അല്ലാഹു തആല നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.